ലോകരാഷ്ട്രീയത്തിന്റെ ഗതിമാറ്റത്തിന് വഴിയൊരുക്കുന്ന ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പതിറ്റാണ്ടുകളായി അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും നേതൃത്വത്തിൽ നിലനിന്നിരുന്ന ഏകധ്രുവ ലോകം ഇപ്പോൾ ബഹുധ്രുവത്തിലേക്ക് വഴിമാറുന്നു. ഈ മാറ്റത്തിന്റെ സൂചനകളും അതിശക്തമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയോടുള്ള സമീപനം മയപ്പെടുത്തി എന്നുള്ളതാണ്. ഇന്ത്യക്കെതിരെ ചുമത്തിയ അധിക നികുതികൾ താൽക്കാലികമാണെന്ന് ട്രംപ് സൂചന നൽകി. കേവലം ഒരു സൗഹൃദ നീക്കമായി ഇതിനെ കാണാനും കഴിയില്ല. മറിച്ച് അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും നേരിടാൻ പോകുന്ന വലിയ പ്രതിസന്ധിയെക്കുറിച്ചുള്ള അവരുടെ ഭയത്തിന്റെ പ്രതിഫലനമാണത്. അമേരിക്കയുടെ പരമ്പരാഗത സാമ്പത്തിക നയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ട്രംപ് ഭരണകൂടം വ്യാപാര രംഗത്ത് പല രാജ്യങ്ങൾക്കെതിരെയും കടുത്ത നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. എന്നാൽ ഇന്ത്യയുടെ കാര്യത്തിൽ സമീപനം മാറ്റാൻ ട്രംപിനെ പ്രേരിപ്പിച്ചത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്ന ചില പ്രധാന കാരണങ്ങളാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൈനീസ് സന്ദർശനം ഇന്ത്യ റഷ്യ ചൈന കൂട്ടുകെട്ട് ശക്തിപ്പെടുമെന്ന ആശങ്ക അമേരിക്കയെ നല്ല രീതിയിൽ തന്നെ അലട്ടുന്നുണ്ട്. ഈ സഖ്യത്തിന് പിന്നിൽ അണിനിരക്കാൻ ബ്രസീൽ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഇറാൻ, ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ തയ്യാറെടുക്കുന്നു എന്നതും അമേരിക്കയുടെ ഭയം വർദ്ധിപ്പിക്കുന്നു. ഈ പുതിയ ശാക്തിക ചേരി ബ്രിക്സിനെ ശക്തിപ്പെടുത്താനും ആഗോളതലത്തിൽ അമേരിക്കൻ ഡോളറിനുള്ള മേധാവിത്വം ഇല്ലാതാക്കാനും ലക്ഷ്യമിടുന്നുവെന്നും CIA പോലും ട്രംപ് ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. UAE ഉൾപ്പെടെയുള്ള പല അറബ് രാജ്യങ്ങളും ബ്രിക്സിൽ അംഗങ്ങളാണ്. ഇത്തരമൊരു അസാധാരണമായ സാഹചര്യം ട്രംപിന്റെ ആഭ്യന്തര രാഷ്ട്രീയ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന വിഷയമായി മാറിയിരിക്കുന്നു. റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് പോലും ട്രംപിന് ശക്തമായ എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഈ സമ്മർദ്ദങ്ങൾക്കിടയിലാണ് അമേരിക്കൻ വ്യോമയാന വ്യവസായത്തെ ഞെട്ടിച്ചുകൊണ്ട് റഷ്യയിൽ നിന്നൊരു നിർണായകമായ വാർത്ത പുറത്തു വന്നത്. യാത്രാ വിമാന നിർമ്മാണ രംഗത്ത് അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും കുത്തകയെ വെല്ലുവിളിച്ചുകൊണ്ട് സിവിൽ വിമാനങ്ങൾ നിർമ്മിക്കാൻ ഇന്ത്യയുമായി പങ്കാളിത്തത്തിന് റഷ്യ ഒരുങ്ങുന്നു എന്നതായിരുന്നു ആ പ്രഖ്യാപനം. വ്ളാഡിവോസ്റ്റോക്കിൽ നടന്ന ഈസ്റ്റേൺ എക്കണോമിക് ഫോറത്തിൽ റഷ്യൻ വ്യവസായ വ്യാപാര ഉപമന്ത്രി അലക്സി ക്രുസ്ദേവ് ഈ കാര്യം ലോകത്തോട് വ്യക്തമാക്കി. ഞങ്ങളുടെ സമീപനങ്ങളിൽ ശക്തമായ പരസ്പര പൂരകത്വം ഞങ്ങൾ കാണുന്നു. ഇതിൽ സിവിൽ ഏവിയേഷനിൽ കൂടുതൽ ആഴത്തിലുള്ള സഹകരണത്തിനുള്ള വാതിൽ തുറക്കുന്നുവെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു.